ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ് ട്രഷറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ് ബൈ 10, 100, 1000 എക്സെട്ര. 10ൻ്റെ പവേഴ്സ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ 2.45 × 10. ഇവിടെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? 2.45 എന്ന് പറയുന്നത് ഫ്രാക്ഷനാക്കി എഴുതിയാൽ എന്തെഴുതാം? 2 and 45/100 അല്ലേ, ഇൻറ്റു 10 എന്നാണ് വരുന്നത്. അതായത് നമുക്കതിന് 245/100 ഇൻറ്റു 10. 0 വെട്ടിപ്പോയി. ഇന്നേതേ ഉള്ളൂ 245/10 എന്നാണ് വരുന്നത്. 245/10 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സ്ഥാനം മാറ്റി എടുത്തോട്ട് മാറ്റി ഒരു പ്ലേസ് വേണം ഡെസിമലിൽ ഒരു പ്ലേസ് 24.5. അപ്പോൾ 2.45നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 24.5 എന്ന് കിട്ടി. എന്ത് മാറ്റമാണ് അവിടെ വന്നത്? സംഖ്യകളല്ല, ആ ഡിജിറ്റ്സ് എല്ലാം അതേപോലെ ഉണ്ട്, 245. പക്ഷേ ഡെസിമൽ പോയിൻറ്റിൻ്റെ സ്ഥാനം മാറി. എങ്ങോട്ട് മാറി? ഇങ്ങോട്ട് വലത്തോട്ട് ഒരു സ്ഥാനം. ഇങ്ങോട്ടാണ് റൈറ്റ്, ഇങ്ങോട്ട് ലെഫ്റ്റ്. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. അപ്പോൾ പോയിൻ്റ് ഒരു സ്ഥാനം വലത്തോട്ട് മാറി, 24 എന്നായി. 24.5. അപ്പം നമ്പർ ഉണ്ട്, ഹോൾ നമ്പർ പാർട്ട് അപ്പോൾ വലുതായി. 2 ആണ്ടിന്ന് ഇവിടെ 24 ആയി അല്ലേ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്പർ വലുതായി വരും. 24.5. നമുക്കിനി വേറെ നോക്കാം. 2.45 × 100 എന്ത് വരും? അങ്ങനെയാണെങ്കിൽ 100 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 100, ഇവിടെ 100 അല്ലേ വരുന്നത്. അപ്പോൾ അതങ്ങ് വെട്ടിപ്പോകും അല്ലേ. അപ്പോൾ എത്ര വരും? അങ്ങനെ എഴുതിയാൽ അതായത് 245/100 × 100 അങ്ങനെയാണ് വരുന്നത്. അത് വെട്ടി. ബാക്കി ഇന്നെന്താണ്? 245 എന്നായി. അതായത് അതിൻ്റെ ഡെസിമൽ സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് 0 ഇഷ്ടം പോലെ ഇടാം, അതിനൊന്നും കുഴപ്പമില്ല. 0 നമുക്ക് ഇടാം. ഇത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 0 ഇടാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 245. അപ്പോൾ 24.5 എന്നുള്ളത് 245 ആയി, 245 ആയി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ, ഒരു 10 കൊണ്ട്. അപ്പോൾ ഇതിനെ ഒരു 10 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴപ്പോൾ 100ൻ്റെ അതല്ലേ, അതായത് ഒരു സ്ഥാനം കൂടെ അങ്ങോട്ട് മാറും. അപ്പോൾ 245 ആയി. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക? നമ്മൾ 10, 100, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 സ്ഥാനം മാറും. 10,000 കൊണ്ടാണെങ്കിൽ 4 സ്ഥാനം. എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം റൈറ്റിലേക്ക് ഡെസിമൽ പോയിൻ്റ് മാറും എന്നാണ് അല്ലേ. അതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. 2.45 × 1000 എന്ത് വരും? 3 സ്ഥാനം വലത്തോട്ട് മാറണം. ഇവിടെ സ്ഥാനമുണ്ടോ? ഇവിടെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് 0 ഇവിടെ ഇഷ്ടം പോലെ. അപ്പോൾ എന്ത് വരും അതിൻ്റെ ആൻസർ? 2400 ആൻഡ് ഇവിടുത്തെ പോയിൻ്റ് അടുത്ത സ്ഥാനത്തേക്ക് അല്ലേ. ഒരു 0 കൂടി ഇവിടെ വരും. 10,000 കൊണ്ടാണെങ്കിൽ ഒരു 0 കൂടെ വരും. മനസ്സിലായല്ലോ? അങ്ങനെ വരുന്നു. അപ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ ഹോൾ നമ്പർ പാർട്ട് കണ്ടോ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. 10 കൊണ്ട് 100 കൊണ്ട് 1000 കൊണ്ടൊക്കെ ഗുണിക്കുമ്പോൾ സംഖ്യ വലുതാകുകയല്ലേ. അപ്പോൾ അങ്ങനെ ആൻസർ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് 10ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് സംഖ്യയിൽ എത്ര 0 അത്രയും സ്ഥാനം ഡെസിമൽ പോയിൻ്റ്, അത്രയും സ്ഥാനം റൈറ്റിലേക്ക് മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ് ബൈ എ ഹോൾ നമ്പർ അതർ ദാൻ പവേഴ്സ് ഓഫ് 10. പവേഴ്സ് ഓഫ് 10 അല്ലാതുള്ള മറ്റ് നമ്പേഴ്സ് ഉപയോഗിച്ച് ഗുണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകും. 4.78 × 6 അതെങ്ങനെ ചെയ്യുന്നത്? ഇതിന് നമ്മൾ ഫ്രാക്ഷനാക്കി എഴുതിയാൽ 478
ബൈ 100 ഇൻറ്റു 6 എന്നാണ് അല്ലേ? അങ്ങനെയാണ് ഇതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത് ഇൻറ്റു 6. അപ്പോൾ 478നെ 6 കൊണ്ട് ഗുണിക്കണം. 478 ഇൻറ്റു 6 6 48 ശിഷ്ടം 4 7 42 4 46 ശിഷ്ടം 4 6 4 24 4 28. അപ്പം 2868 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 2868 ബൈ 100. നമുക്കറിയാം ഡിനോമിനേറ്ററിൽ 100 വരുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് വേണമെന്നുള്ളത്. അപ്പോൾ എത്ര വരും? എവിടെ പോയിൻ്റ് ഇടേണ്ടത്? 8ഉം 6ഉം കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടണം ആണല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 28.68. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ് ക്രിയ? ഈ 478 എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇല്ലാതെ അതിനെ അങ്ങ് ഹോൾ നമ്പറായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുക. പോയിൻ്റ് ഒഴിവാക്കിക്കൊണ്ട് മൊത്തം പൂർണ്ണസംഖ്യയായിട്ട് ഹോൾ നമ്പറായിട്ട് എടുത്ത് അതിനെ ആ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര ഡെസിമൽ പോയിൻ്റ്, ഇവിടെ 2 ഡെസിമൽ പോയിൻ്റ് എത്ര എണ്ണം ഉണ്ടോ അതങ്ങനെ ആ 100 വരുന്നത്. അപ്പോൾ അത്രയും സ്ഥാനം മാറ്റി കുത്തിട്ട് അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടോ അത്രയും സ്ഥാനം എണ്ണി പോയിൻ്റ് ഇടുക. അത്രയും പ്ലേസ് തന്നെ അവിടെയും വേണം. ഇവിടെ എത്ര പ്ലേസ് ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും പ്ലേസ് തന്നെ ഇവിടെയും വേണം. അതാണ് ഓക്കെ. 34 ഇൻറ്റു 0.075. ഈ 0.75 എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് അത് എഴുതുന്നത്? 34 ഇൻറ്റു ഇത് 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ 75/1000 എന്ന അല്ലേ? 75/1000. അപ്പോൾ നമ്മൾ മുമ്പത്തെ പോലെ 75 34ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര സ്ഥാനം മാറ്റുന്നു? 3 പ്ലേസസ്. 3 പ്ലേസ് ആണ് ഇവിടുത്തെ ഡെസിമൽ എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട് ഡെസിമൽ പ്ലേസസ്. അപ്പോൾ നമുക്ക് ഗുണിക്കുക. 34 ഇൻറ്റു 75 എന്ന് പറയുന്നത് 2550. നമുക്കവിടെ 3 സ്ഥാനമാണ്. ഇവിടെ 3 സ്ഥാനമുണ്ട്. അങ്ങനെ ഇവിടെ 1000 വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഡെസിമൽ പ്ലേസ് വേണം. അപ്പോൾ എത്ര വരും ആൻസർ? 2.550. അടുത്തത് 8.5 ഇൻറ്റു 4.3. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 8.5 എന്ന് പറയുന്നത് 85/10 ആണ്. 4.3 എന്ന് പറയുന്നത് 43/10 ആണ് അല്ലേ? അപ്പോൾ 85 ഇത് നമ്മൾ 85 ഇൻറ്റു 43/100 എന്ന് കിട്ടണം. അപ്പോൾ 85 ഇൻറ്റു 43/100 100 എത്ര വരും? 85 ഇൻറ്റു 43 13 15 ശിഷ്ടം 1 14 20 8 24 20 24 44 1 45 ശിഷ്ടം 4 8 32 4 36 3655 എന്ന് വരുന്നു. 3655 2 ഡെസിമൽ പ്ലേസാണ് അല്ലേ? 100 ആയതുകൊണ്ട് 55. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കുക? ഇതിൻ്റെ പോയിൻ്റ് ഇല്ലാതുള്ള ഹോൾ നമ്പർ എടുക്കുക. 85 43 അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു ഡെസിമലുണ്ട്, ഇവിടെയും ഉണ്ട് ഒരു ഡെസിമൽ. അപ്പോൾ 2 പ്ലേസ് മാറ്റി നമുക്ക് 2 പ്ലേസ് വേണം കുത്തിടുക, ഡെസിമൽ പോയിൻ്റ് ഇടുക. ഓക്കെ. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ നമ്മൾ ആ ഹോൾ നമ്പറൊക്കെ ഡെസിമൽ മാറ്റിയിട്ട് സംഖ്യ ഹോൾ നമ്പറായിട്ട് ഗുണിക്കുക. ഇവിടെ ഏതിനെ ഗുണിക്കണം എന്നുള്ളതാണ്. നമുക്കല്ലാതെ ഒന്ന് എഴുതി നോക്കിയാൽ എന്ത് വരും? ഇതെന്ന് പറയുന്നത് 7/1000. ഇത് 1505/100 അല്ലേ? 100. അപ്പോൾ ഇത് രണ്ടും കൂടാണ് മതി. 7ഉം 1505 1505 ഇവിടെ ഗുണിക്കുന്നത്. ഇത് 7 ഇവിടുത്തേത് ഇവിടുന്ന് ഇവിടെ വരെയാണ് ഹോൾ നമ്പർ, അതാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ 7ഉം 1505 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പർ കിട്ടും. ഇനി എവിടെ വേണം പോയിൻ്റ്? ഡെസിമൽ പോയിൻ്റ് എവിടെ ഇടണം? ഇവിടെ 3 സ്ഥാനമുണ്ട്, ഇവിടെ 2 സ്ഥാനമുണ്ട്. 3ഉം 2ഉം 5. ഇവിടെ നോക്കാം എത്ര സീറോസാണ് ഉള്ളത്? 5 സീറോസ് ഉണ്ട്. അപ്പോൾ 3ഉം 2ഉം 5
പ്ലേസസ് ഉണ്ട്. അപ്പോൾ 5 പ്ലേസ് 1, അപ്പോൾ ഇവിടുന്ന് 5 പ്ലേസ് എന്ന് പറയും 1 2 3 4 ആകെ 5 ഉണ്ട്. അപ്പോൾ 5 പോയിൻ്റ് ഇവിടെ ഇട്ടു. ഹോൾ നമ്പർ എത്ര? 0 അല്ലേ? അതില്ലാത്തതുകൊണ്ട് 0.10535 ഏതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 ഇൻറ്റു 0.3 ഇൻറ്റു 0.03 ഇൻറ്റു 0.003 ഇൻറ്റു 0.0303 ഇൻറ്റു 30. ഇവിടെ അപ്പോൾ നമുക്ക് ഹോൾ നമ്പർ എന്ന് പറയുമ്പം ഇവിടെ 3, ഇത് ഹോൾ നമ്പർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നമുക്ക് 3 എടുത്താൽ അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു ഇവിടുന്ന് ഇവിടെയും 3 ആണ് മാത്രമേ ഉള്ളൂ. ഇവിടെയും 3 ആണ്. ഇവിടെ 303 ഇത്രയുണ്ട്, 303 ഉണ്ട്. പിന്നെ ഇവിടുത്തെ 30 ഇത്രയും ഗുണിക്കണം. അപ്പോൾ എത്ര വരും നമുക്ക് നോക്കാം. 3 ഇൻറ്റു 3 9, 9 3 27, 27 ഗുണം 3 ഏതൊക്കെയാണ് ഗുണിക്കേണ്ടതെന്നൊന്ന് എഴുതാം. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 303 ഇൻറ്റു 30 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ഇത്രയും ഗുണിക്കുമ്പോൾ 81, 81 ഗുണം 3, 81 ഗുണം 3 എത്ര? 243. 81 ഗുണം 3 3 24, 243. അതിനെ 303 കൊണ്ട് ഗുണിക്കുക. 3 9, 4 12, 6 1, 2 6 1 7, 0 0 0, 3 9, 4 12, 6 1, 2 6 1 7, 9 2 9 7 16, 1 3 7. അപ്പോൾ എത്ര കിട്ടി? ഇവിടെ 3 81 ഇൻറ്റു ഇവിടെ 30 ആണ്. അപ്പോൾ നമുക്കിവിടെ 0 ഉണ്ട്. 30യുടെ 3 ഗുണിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 0 കൂടി ഇവിടെ വരും. അപ്പോൾ എത്ര വരും? 7 3 6 2 9 0. എത്ര പ്ലേസ് ഉണ്ട്? ഇവിടെ 1 1 2 ഇവിടെ 2 ഉണ്ട്. 3 3 3 6 6 4 10 10 പ്ലേസ്. എത്ര സ്ഥാനം ഇവിടെ ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനിയൊരു 4 0 1 2 3 4 പോയിൻ്റ് ഹോൾ നമ്പർ 0. അപ്പോൾ നമ്മളിന്ന് ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ അവിടെ 10ൻ്റെ പവേഴ്സിനെ എങ്ങനെ ഗുണിക്കാം, പിന്നെ ഒരു ഡെസിമൽ നമ്പറിനെ ഹോൾ നമ്പർ കൊണ്ട് പവർ അല്ലാത്ത 10ൻ്റെ പവർ അല്ലാത്ത സംഖ്യ ഹോൾ നമ്പർ കൊണ്ട് എങ്ങനെ ഗുണിക്കാം, അതുപോലെ തന്നെ ഒരു ഡെസിമലിനെ മറ്റൊരു ഡെസിമൽ നമ്പർ കൊണ്ട് എങ്ങനെ ഗുണിക്കാം, ഇതൊക്കെ ആണ് നമ്മൾ കണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.